ഒരിക്കലൊരു മനുഷ്യൻ ദൈവത്തിൻ്റെ സന്നിധിയിൽ പ്രാർത്ഥിപ്പാൻ കടന്നുപോയി. പർവ്വത സമാനമായ തൻ്റെ പ്രശ്നത്തെക്കുറിച്ച് ആവർത്തിച്ച് ദൈവത്തോട് പറഞ്ഞു. ആ പർവ്വതം അവിടെ തന്നെ ഇരുന്നു. പക്ഷെ പെട്ടെന്ന് തനിക്കൊരു ഉൾവിളി ഉണ്ടായി. ഇത്രയും കാലം ആ പർവ്വതത്തെ ഞാൻ വലുതായി കണ്ട് ദൈവത്തോട് പറഞ്ഞപ്പോൾ അത് അവിടെ തന്നെ ഇരുന്നു. നേരെ തിരിച്ച് അവൻ കടന്നു വന്ന് ആ പർവ്വതത്തോട് തിരിച്ചു പറഞ്ഞു എൻ്റെ ദൈവത്തെ കുറിച്ച്. ആ പർവ്വതത്തെ നോക്കി ദൈവത്തിൻ്റെ വലിപ്പത്തെയും ദൈവത്തിൻ്റെ ശക്തിയും കുറിച്ച് പറഞ്ഞപ്പോൾ ആ വിശ്വാസത്തിൻ്റെ വചനത്തിന് മുൻപിൽ ആ പർവ്വതത്തിന് നിൽപ്പാൻ കഴിഞ്ഞില്ല. ആ പർവ്വതം ചലിക്കാൻ തുടങ്ങി. അത് ചലിച്ച് അപ്രത്യക്ഷമായി. അതെ, എന്നെ കേൾക്കുന്ന സഹോദരങ്ങളെ, നിങ്ങളുടെ പർവ്വതങ്ങൾ, പ്രശ്നങ്ങൾ, വെല്ലുവിളികൾ നീങ്ങുവാൻ സമയം അടുത്തിരിക്കുന്നു. അതുകൊണ്ട് വിഷയങ്ങളെ നിങ്ങളുടെ മലയാളം കണ്ണുകൊണ്ടല്ല കാണേണ്ടത്. വിഷയങ്ങളെ, വെല്ലുവിളികളെ ദൈവത്തിൻ്റെ അഗ്നിജ്വാലയ്ക്കൊത്ത കണ്ണോടികൂടിയവനായ കർത്താവിൻ്റെ കണ്ണുകളിലൂടെ കണ്ടാട്ടെ. അതാണ് വിശ്വാസത്തിൻ്റെ കാഴ്ച. വിശ്വാസത്തിൻ്റെ കാഴ്ചയെ നിങ്ങൾ കാണുമ്പോൾ സാഹചര്യവും പ്രതികൂലവും അല്ല നിങ്ങൾ കാണുന്നത്. നാളത്തെ വിജയം, നാളത്തെ ഉയർച്ച, നാളത്തെ കൊയ്ത്ത്, നാളത്തെ അനുഗ്രഹം. അതുകൊണ്ട് ഇന്നത്തെ തിന്മയെ നമുക്ക് മറക്കാം. നാളത്തെ നന്മയിലേക്ക് ദൈവം നമ്മെ നയിക്കുമാറാകട്ടെ. ഒരു പുതിയ ദർശനം ഇതാ നിങ്ങളുടെ ജീവിതത്തിലേക്ക് സമാഗതം ആയിരിക്കുന്നു. ക്രൈസ്തന്റെ ഫാമിലി വചന സന്ദേശത്തിലേക്ക് സസന്തോഷം നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു. ദ വിഷൻ ഓഫ് ഫെയ്ത്ത്, വിശ്വാസ ദർശനം. ലോകത്തിൽ രണ്ട് കൂട്ടരാണുള്ളത്, വിശ്വാസികളും അവിശ്വാസികളും. അവിശ്വാസികൾ കാര്യാദികളെ നാച്ചുറലി, സ്വാഭാവികമായി കാണുമ്പോൾ വിശ്വാസികൾ ഓരോ വിഷയങ്ങളെ ദൈവം കാണുന്നത് പോലെ സൂപ്പർ നാച്ചുറലായിട്ടാണ് കാണുന്നത്, പ്രകൃത്യാതീതമായിട്ടാണ് കാണുന്നത്. സൂപ്പർ നാച്ചുറലി, പ്രകൃത്യാതീത മണ്ഡലത്തിലാണ് ഒരു വിശ്വാസി ജീവിക്കുന്നത്. കാരണം യേശു കർത്താവ് ഇപ്രകാരം പറഞ്ഞു, വിശ്വസിക്കുന്നവന് സകലതും സാധ്യമത്രേ. പുതിയ നിയമ വിശ്വാസിക്കും ധൈര്യമായി പറവാന്തക്കുണ കഴിയും. അബ്രഹാം വിശ്വാസികളെ പിതാവാണ്. തിരുവചനം പഠിപ്പിക്കുന്നു അബ്രഹാം യേശു കർത്താവിനെ കണ്ടു എന്ന്. എവിടെ? യോഹന്നാൻ സുവിശേഷം 8-ാം അധ്യായം 56-ാം വാക്യത്തിലേക്ക് നമ്മുടെ ശ്രദ്ധയെ തിരിക്കാം. യോഹന്നാൻ 8:56 നിങ്ങളുടെ പിതാവായ അബ്രഹാം എൻ്റെ ദിവസം കാണും എന്നുള്ളത് കൊണ്ട് ഉല്ലസിച്ചു, അവൻ കണ്ട് സന്തോഷിച്ചും ഇരിക്കുന്നു. യഹൂദന്മാർ യേശുവിനെ ഉടനെ കല്ലെറിവാനായി ആരംഭിക്കുകയാണ്. എറിവാനായി അവരിതാ കല്ലെടുക്കുകയാണ്. നിനക്ക് 50 വയസ്സ് പോലും ആയിട്ടില്ലല്ലോ, 2500 വർഷങ്ങൾക്ക് പിറകെ ജീവിച്ചിരുന്നതായ അബ്രഹാമിനെ നീ കണ്ടിട്ടുണ്ടോ? യേശു ആരാണ്? യേശു സൃഷ്ടിയല്ല, സൃഷ്ടികർത്താവാണ്. തിരുവചനം പറയുന്നു, സൃഷ്ടിയുടെ ആരംഭം മുതലേ യേശു കർത്താവ് പിതാവിനോടും പരിശുദ്ധാത്മാവിനോടും ചേർന്നിരുന്നത് നിങ്ങൾക്ക് തിരുവചനത്തിൽ വായിപ്പാൻ കഴിയും. യേശു പ്രകൃതിയുടെയും പ്രപഞ്ചത്തിൻ്റെ ആൽഫയാണ്, ഒമേഗയാണ്. അർത്ഥം ആരംഭമാണ്, അവസാനം ആണ്. അല്ലാതെ പുതിയ നിയമത്തിൽ ആ നസ്രയത്തിൽ ജനിച്ചവൻ അല്ല. പഴയ നിയമത്തിൽ എരിഹോ സമഭൂമിയിൽ വെച്ച് യോശുവ കർത്താവിനെ കണ്ടു. ദാനിയേലിനോട് ചോദിച്ചാൽ ദാനിയേൽ പറയും, ആ തീച്ചൂളയിൽ ആ ബാലന്മാർ വീഴുന്നതിന് മുൻപ് 4-മനായി ആ തീച്ചൂളയിൽ ഇറങ്ങി നിന്നവൻ ദൈവത്തിൻ്റെ പുത്രനാണ്. പഴയ നിയമത്തിൻ്റെ ഏടുകളിലും മേടുകളിലും കർത്താവ് യേശുവിൻ്റെ പ്രസരിപ്പും സാന്നിധ്യവും ഒരു ചാറ്റൽ മഴ പോലെ അവിടെയായി പകരുന്നത് നിങ്ങൾക്ക് കാണുവാൻ കഴിയും. സോ നമ്മുടെ വിഷയം ഇതാണ്, അബ്രഹാമിൻ്റെ ദിവസത്തിലെ ക്രിസ്തു. അബ്രഹാം ദൈവത്തിൻ്റെ കൃപയാൽ വിശ്വസിച്ചു, അത് നീതിയായി കണക്കിട്ടു. അബ്രഹാം ദൈവത്തോട് എന്താണ് വിശ്വസിച്ചത്? അതെ, ഉൽപ്പത്തി പുസ്തകം 12-ാം അധ്യായം 1 മുതൽ 3 വരെയുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ ദ കവനന്റ് ബ്ലെസ്സിംഗ് ഓഫ് അബ്രഹാം, അബ്രഹാമിനെ നോക്കി ദൈവം പറഞ്ഞതായ അനുഗ്രഹങ്ങളെ നിങ്ങൾക്ക് കാണുവാൻ കഴിയും. ഞാൻ നിന്നെ വർദ്ധിപ്പിക്കും, നിന്റെ പേരിനെ വലുതാക്കും, നീ ഒരു അനുഗ്രഹമായിരിക്കും, നിന്നെ അനുഗ്രഹിക്കുന്നവരെ ഞാൻ അനുഗ്രഹിക്കും, നിന്നെ ശപിക്കുന്നവരെ ഞാൻ ശപിക്കും, നിന്നാൽ ഭൂമിയിലെ സകല ജാതികളും അനുഗ്രഹിക്കപ്പെടും. ഒടുവിലായി 22-ാം അധ്യായത്തിൽ അബ്രഹാമേ ഞാൻ നിന്നെ ഐശ്വര്യമായി അനുഗ്രഹിക്കും എന്നുള്ള 7 പ്രധാനപ്പെട്ടതായ അനുഗ്രഹ വചനത്തെ അബ്രഹാം വിശ്വസിച്ചു. അല്ലാതെ ശത്രു പറയുന്നതും അസൂയുള്ളവരും പറഞ്ഞതല്ല അബ്രഹാം വിശ്വസിച്ചത്. ലോത്തിൻ്റെയോ സാറയുടെയോ ഹാഗറിൻ്റെയോ ഇഷ്മായിലിൻ്റെയോ വാക്കുകളല്ല അവൻ്റെ ഉള്ളിൽ അതേ ചിന്താമണ്ഡലത്തിൽ നിറഞ്ഞിരുന്നത്. പകരം ദൈവം പറഞ്ഞതത്രേ. ഹേ, ഈ ദിവസങ്ങളിൽ മനുഷ്യൻ പറഞ്ഞത് ഓർക്കല്ല്. വാ തുറഞ്ഞ് ആ ദുരാത്മാവ് കൊണ്ടുവരുന്നതായ ആ നെഗറ്റീവായിട്ടുള്ള തോട്ട്സിനെ, നെഗറ്റീവായ ചിന്തകളെ ശാസിക്കുക. ലോകം പറയുന്നത്, മനുഷ്യൻ പറയുന്നത് യേശുവിൻ്റെ നാമത്തിൽ മായ്ച്ചു കളഞ്ഞിട്ട് നിന്നെ തിരഞ്ഞെടുത്ത് നിന്നെ ആക്കി വച്ചിരിക്കുന്ന ദൈവം എന്താണ് നിന്നെക്കുറിച്ച് പറയുന്നത് അത് മാത്രം നിങ്ങളുടെ ഉള്ളിൽ ഒരു പെരുമ്പറ പോലെ മുഴങ്ങട്ടെ. ദൈവത്തിൻ്റെ വാഗ്ദത്തങ്ങൾ നിങ്ങളുടെ ചിന്തകളിൽ നിറയട്ടെ. ദൈവം നിങ്ങളെ നോക്കി
എങ്ങനെ നിങ്ങളെ ഉപയോഗിക്കാമെന്ന് പറഞ്ഞത്, എങ്ങനെ നിങ്ങളെ ദേശത്തിന് ഒരു അനുഗ്രഹമാക്കുമെന്ന് പറയുന്നത്, എങ്ങനെയാണ് മറ്റുള്ളവർക്ക് നീ ഒരു വിടുതലിൻ്റെ ചാനലാകുമെന്ന് പറഞ്ഞത്, അതൊക്കെ ദൈവത്തിൻ്റെ സന്നിധിയിൽ ഓർത്താട്ടെ, സ്തോത്രം ചെയ്താട്ടെ. കാരണം വാഗ്ദത്തങ്ങളിൽ വിശ്വസ്തനായ ദൈവം വാക്ക് മാറാത്തവനാണ്, അവൻ നിങ്ങളെ കണ്ടിരിക്കുന്നു. തിരുവചനം പറയുന്നു, അബ്രഹാം വിശ്വസിച്ചു. എന്താണ്? ദൈവം പറഞ്ഞതായ വാഗ്ദത്തത്തെ അവൻ വിശ്വസിച്ചു. വിശ്വസിക്കുന്നവരുടെ മേലാണ് ഇന്നും ദൈവത്തിൻ്റെ ശക്തി വ്യാപരിക്കുന്നത്. വിശ്വാസം കൂടാതെ ആർക്കും ദൈവത്തെ പ്രസാദിപ്പിക്കാൻ തക്കണം കഴിയത്തേ ഇല്ല. സോ അബ്രഹാം വിശ്വസിച്ചത് അതവന് നീതിയായി കണക്കിടുകയുണ്ടായി. തിരുവചനം പറയുന്നു, യേശു കർത്താവിനെ അബ്രഹാം കണ്ടുവെന്നോ? എപ്പോൾ, എവിടെ, എങ്ങനെ? വേദപുസ്തകം പഠിപ്പിക്കുന്ന പ്രിയ സഹോദരങ്ങളെ, ഉൽപ്പത്തി പുസ്തകം 15-ാം അധ്യായം 1 മുതൽ താഴോട്ട് വായിക്കുമ്പോൾ 4 രാജാക്കന്മാരെ ജയിച്ചിട്ട് അബ്രഹാം ഇതാ മടങ്ങി വരികയാണ്. 4 രാജാക്കന്മാരെ ജയിച്ചിട്ട് അബ്രഹാം ഇതാ മടങ്ങി വരുന്നതായ സമയത്ത് ആ ദിവസത്തിൽ ദൈവം അബ്രഹാമിനോട് പറയുന്നു, ഐ ആം യുവർ ഷീൽഡ് ആൻഡ് എക്സീലിംഗ്ലി ഗ്രേറ്റ് റിവാർഡ്. ഞാൻ നിന്റെ പരിചയം അതിമഹത്തായ പ്രതിഫലമാണ്. 2 കാര്യങ്ങളെ അവിടെ ദൈവം അബ്രഹാമിനോട് പറയുകയാണ്. ഹേ അബ്രഹാമേ, 4 രാജാക്കന്മാർ നിന്നെ ആക്രമിച്ചല്ലോ. 4 രാജാക്കന്മാർ തലങ്ങും ബലങ്ങുമായി കുന്തവും വാളുമായി നിന്നെ തകർക്കാൻ വന്നപ്പോൾ ഞാനാണ് നിന്റെ പരിചയ ആയിരുന്നത്. സഹോദരങ്ങളെ, ദൈവം നിങ്ങളെ തിരഞ്ഞെടുത്തു എങ്കിൽ അവൻ നിങ്ങൾക്ക് ചുറ്റും പരിചയമാണ്. സാത്താൻ എങ്ങനെ ആക്രമിച്ചാലും, ദുഷ്ടമനുഷ്യൻ എത്ര വലിയ ആക്രോശ ശബ്ദങ്ങൾ നിങ്ങൾക്കെതിരെ എഴുതു വിട്ടാലും, യുദ്ധം നിന്റെതല്ല, യുദ്ധം ദൈവത്തിൻ്റെതാണ്. ദൈവം പറഞ്ഞു, നിന്നോട് പൊരുതുന്നവരോട് ഞാൻ പൊരുതും, നിന്നോട് വാദിക്കുന്നവരോട് ഞാൻ വാദിക്കും, നിനക്കെതിരെ ഉയരുന്നതായ നാവുകളെ ഞാൻ കുറ്റം വിധിക്കും. ധൈര്യമായിരിക്കുക, ദൈവം നിന്റെ ചുറ്റും പരിചയാത്രേ. 4 രാജാക്കന്മാരോട് പൊരുതു അവൻ ജയിച്ചു. പുതിയ നിയമത്തിൽ വാഴ്ചകൾ, അധികാരങ്ങൾ, ഈ അന്ധകാരത്തിൻ്റെ ലോകാധിപതികൾ, സ്വളുകളുടെ ദുഷ്ടാത്മാ സൈന്യം അഥവാ സാത്താനോടും അവൻ്റെ സകല ദൂതന്മാരോടും കർത്താവ് യേശു ക്രിസ്തു മുഖാന്തരം നിങ്ങൾക്ക് ജയമുണ്ട്. രണ്ടാമതായി അബ്രഹാമിനോട് ദൈവം പറയുന്നു, ഐ ആം യുവർ എക്സീഡിംഗ്ലി ഗ്രേറ്റർ റിവാർഡ്. ഞാൻ നിന്റെ അതിമഹത്തായ പ്രതിഫലമത്രേ. ആ മൽക്കിഷേദക്കിനോട് നീ ഒരു ഷൂ ലേസ് പോലും വാങ്ങിയില്ലല്ലോ, ചെരുപ്പിൻ്റെ വാർ പോലും വാങ്ങിയില്ലല്ലോ, ഞാൻ നിന്റെ പ്രതിഫലം ആയിരിക്കും അബ്രഹാമേ. എന്നിട്ട് അബ്രഹാമിനോട് അതേ അധ്യായത്തിൽ തുടർന്നുള്ള വാക്യങ്ങളിൽ തമ്പുരാൻ പറയുന്നു, ഉൽപ്പത്തി പുസ്തകം 15-ാം അധ്യായമാണ് ഞാൻ പറയുന്നത്, നീ 5 വസ്തുക്കളെ എൻ്റെ അടുക്കൽ കൊണ്ടുവരിക. അതെ, അബ്രഹാം 5 യാഗവസ്തുക്കളെ ദൈവത്തിൻ്റെ അടുക്കൽ കൊണ്ടുവന്നു. 5 അത് പ്രധാനപ്പെട്ട ഒരു സംഖ്യയാണ്. 5 അത് ദൈവകൃപയെ കുറിക്കുന്നു. ദാവീദിന്റെ കയ്യിൽ 5 കല്ലുകളാണ് ഉണ്ടായിരുന്നത്. പുതിയ നിയമത്തിലെ സഭയ്ക്ക് അപ്പോസ്തലൻ, പ്രവാചകൻ, സുവിശേഷകൻ, ഇടയൻ, ഉപദേഷ്ടാവ് 5 ശുശ്രൂഷകൾ ആണ് ഉള്ളത്. ബെഥസ്ദാ കുളത്തിന് 5 ഗോപുരങ്ങൾ ആണ് ഉണ്ടായിരുന്നത്, അഥവാ 5 മണ്ഡപങ്ങളാണ് ഉണ്ടായിരുന്നത്. ഇവിടെ ഇത് 5 വസ്തുക്കളെ അവൻ കൊണ്ടുവന്നപ്പോൾ ജനിപ്പാൻ പോകുന്ന ഒരു മകനെ കുറിച്ചല്ല, 500 വർഷങ്ങൾക്ക് ശേഷം പുറപ്പാട് അനുഭവിക്കുന്നതായ 30 ലക്ഷം ജനത്തെക്കുറിച്ച് ദൈവം ഇതാ പ്രവചിക്കുകയാണ്. ഓ ഗ്ലോറി! ഇന്ന് പകൽക്കാലം നിങ്ങളുടെ ഞെരുക്കം എത്ര വലുതാണെങ്കിലും, നിങ്ങളുടെ ശൂന്യത എത്ര ഭയങ്കരമാണെങ്കിലും, എത്ര വലിയ പ്രതിസന്ധിയിലൂടെയാണ് നിങ്ങൾ കടന്നു പോകുന്നതെങ്കിലും, കർത്താവിന് നിങ്ങളോട് പറവാനുള്ളത് ഇന്നത്തെ ഞെരുക്കവും വെല്ലുവിളിയും അല്ല, നാളത്തെ വിശാലതയും വിടുതലും അനുഗ്രഹവും കൊയ്ത്തും ദൈവസഭയുടെ വളർച്ചയും ആത്മീയ ഉണർവും അത്രേ. 30 ലക്ഷം ജനം ഇതാ മിസ്രൈമിൽ നിന്ന് പുറത്തു വരുന്നു. ഭിക്ഷക്കാരായിട്ടല്ല. There was a process called wealth transfer. അവിടെ ഇതാ ധന കൈമാറ്റം നടന്നിരിക്കുന്നു. ജാതികളെ സമ്പത്തിന് അധികാരികളായി അവരിതാ മിസ്രൈമിൽ നിന്ന് പുറത്തു വരികയാണ്. സമാഗമന കൂടാരം മരുഭൂമിയിൽ ഉയർത്തുവാൻ ജാതികളെ സമ്പത്തിൻ്റെ അധികാരികളായി ഈജിപ്തിൽ നിന്ന് ഇസ്രായേൽ പുറത്തു വരുന്നതിനെ ദൈവം കണ്ടു. ദൈവം കണ്ടത് അബ്രഹാമിൻ്റെ ശൂന്യതയല്ല, വിഷൻ ഓഫ് ഫെയ്ത്ത്, വിശ്വാസത്തിൻ്റെ ദൈവം കണ്ടത് അബ്രഹാമിൻ്റെ സന്തതി ഇതാ ഈജിപ്തിൽ നിന്ന് പുറത്തു വരുന്നതാണ്. ഇത് പകൽക്കാലം നിങ്ങളുടെ അകത്തെ മനുഷ്യൻ്റെ കണ്ണ് തുറക്കട്ടെ. ദൈവം കാണുന്നത് പോലെ വിഷയങ്ങളെ കണ്ടോട്ടെ. ദൈവം കാണുന്നത് പോലെ നിന്റെ ഭാവിയെ കാണുക. ദൈവം കാണുന്നത് പോലെ നിന്റെ കുഞ്ഞുങ്ങളെ കാണുക. ഇന്നത്തെ വെല്ലുവിളികളും പരാധീനതകളും പ്രതിസന്ധിയുമല്ല, നാളെ നമതേ എന്ന് പണ്ടാരാണ്ട് പാടിയതുപോലെ പറഞ്ഞതുപോലെ ദൈവത്തിന് കൃപയാൽ നാളെ എൻ്റേതത്രയെന്ന് ഉച്ചത്തിൽ പറഞ്ഞാട്ടെ. ഭാവിയിൽ ദൈവം നിന്റെ ജീവിതത്തെ ഏറ്റവും മനോഹരം ആക്കുവാൻ വേണ്ടി പോകുന്നു. ഇതാ ആ കവനന്റ് ബ്ലെസ്സിങ്, ആ ഉടമ്പടി അനുഗ്രഹം നൽകുമ്പോൾ അബ്രഹാമിൻ്റെ ജീവിതത്തിൽ
ആ ദൈവത്തിൻ്റെ വിലയേറിയ സ്പർശനം, വിലയേറിയ സന്ദർശനം അനുഭവിക്കുകയാണ്. പിതാവ്, പുത്രൻ, പരിശുദ്ധാത്മാവ്, ത്രിയേക ദൈവം തൊട്ടറിയുന്ന സാന്നിധ്യത്തിൽ അബ്രഹാമിൻ്റെ അടുക്കൽ കടന്നു വന്നു. മലയാള വേദപുസ്തകത്തിൽ ഭയങ്കര പരിഭാഷാ വ്യതിയാനം നിങ്ങൾക്ക് ആ ഭാഗത്ത് കാണുവാൻ തക്കോണം കഴിയും. തൻ്റെ ശരീരം നമ്മായിപ്പോയി, തൻ്റെ ശരീരത്തിന് പ്രവർത്തന ക്ഷമതയില്ല, പക്ഷെ തൻ്റെ ആത്മാവ് ചലിക്കുകയാണ്. അതേ ഓപ്പറേഷൻ തിയേറ്ററിൽ ഒരു മനുഷ്യനെ മയക്കി കിടത്തുന്നത് പോലെ, ഏദേൻ തോട്ടത്തിൽ ആദാമിനെ മയക്കി കിടത്തിയതുപോലെ, മറുരൂപമലയിൽ പത്രോസും യാക്കോബും യോഹന്നാനും മയക്കത്തിൽ ആയിരുന്നത് പോലെ തൊട്ടറിയുന്ന ദൈവ സാന്നിധ്യത്തിൻ്റെ നടുവിൽ പുറമേയുള്ള ശരീരം നിർജീവമായി പോയി. ആത്മാവിൽ അവർക്കറിയാം ചുറ്റും എന്താ നടക്കുന്നത്. അബ്രഹാമിന് അറിയാം ദൈവം ഇതാ സന്ദർശിക്കുകയാണ്. അതുവരെ പുത്രോൽപാദന ശേഷി നിർജീവമായിരുന്നു, സാറയുടെ ഗർഭം നിർജീവമായിരുന്നു. എന്നാൽ ജീവന്റെ ദൈവം അവനെ ഇതാ സന്ദർശിക്കുകയാണ്. ജീവന്റെ ദൈവം നിന്നെ സന്ദർശിച്ചാൽ ചത്തിരിക്കുന്ന സകലതും ജീവൻ പ്രാപിക്കും, ഒഴിഞ്ഞിരിക്കുന്നത് സകലതും നിറയും. ഇല്ലാത്ത വഴി നിന്റെ മുൻപിൽ തുറക്കും, പർവ്വതങ്ങൾ ദുർഘടങ്ങൾ നിന്റെ മുൻപിൽ നിന്ന് മാറിപ്പോകും. എല്ലാ പൈശാചിക ശക്തികളും പ്രതികൂലങ്ങളും യേശുവിൻ്റെ ശക്തിയുള്ള നാമത്തിൽ നിന്റെ മുൻപിൽ നിന്ന് ചിതറി ഓടും. കാരണം ദൈവം നിന്നെ സന്ദർശിക്കുമാറാകട്ടെ. ദൈവം അവണ്ണം തന്നെ ആദാമിനെ സന്ദർശിച്ചപ്പോൾ ആദാമിൽ നിന്ന് ഒരു ഹവ്വ പുറത്തു വന്നു. എൻ്റെ പ്രാർത്ഥന, നിങ്ങളിൽ നിന്ന് ഇതുവരെ പുറത്തു വരാത്തത്, ഇതുവരെ ജനിച്ചിട്ടില്ലാത്തത്, നിങ്ങളുടെ യേശു കർത്താവിൻ്റെ നാമത്തിൻ്റെ മഹത്വത്തിനെ പുറത്തു വരട്ടെ. ദൈവം നിങ്ങളെ സന്ദർശിക്കുകയാണ്. രണ്ടന്യ ഭാഷ പറഞ്ഞ് നിർത്തരുത്. പരിശുദ്ധാത്മാവിൻ്റെ ആഴങ്ങളിൽ നിന്ന് ആഴങ്ങളിലേക്ക് ഇതുവരെ വെളിപ്പെട്ടിട്ടില്ലാത്തത്, സഭ കണ്ടിട്ടില്ലാത്തത്, പ്രയർ ഗ്രൂപ്പുകൾ കാണാത്തത്, കൺവെൻഷന് കാണാത്തത്, ദൈവത്തിൻ്റെ ആത്മാവ് ആഴമായ മഹത്വത്തിന് മണ്ഡലം തുറന്ന് നിങ്ങളുടെ ജീവിതത്തിൽ വെളിപ്പെടുത്തുകയും നടത്തുകയും ചെയ്യുമാറാകട്ടെ. ആത്മീയ ജീവിതം എന്ന് പറയുന്നത് സഭകൾ വന്ന് കുറച്ച് പാട്ടുപാടി പ്രസംഗം കേട്ട് കടന്നു പോകുന്നതല്ല, പകരം അനുഭവങ്ങളുടെ കലവറയാണ്. ഞാൻ ആവർത്തിക്കുന്നു, അനുഭവങ്ങളുടെ സമാഹാരമാണ് ആത്മീയ ജീവിതം. 34:5 സംഗീതക്കാരൻ പറയുകയാണ്, യഹോവ നല്ലവനെന്ന് രുചിച്ച് അറിവൻ. ക്രിസ്ത്യാനിറ്റി ഈസ് ആൻ എക്സ്പീരിയൻസ്. ക്രിസ്തീയ ജീവിതം എന്ന് പറയുന്നത് അനുഭവം അത്രേ. ആദാം ആ സൃഷ്ടിയുടെ ആരംഭത്തിൽ അനുഭവിച്ചു, അബ്രഹാം അനുഭവിച്ചു. ഇതാ മറുരൂപം അല്ലെങ്കിൽ പത്രോസും യാക്കോബും യോഹന്നാനും അനുഭവിച്ചു ആ മഹത്വത്തിൻ്റെ ആഴമായ സാന്ദ്രത. അവർക്കറിയാം ഇത് മോശയാണ്, ഇത് ഏലിയാവാണെന്ന് വളരെ കൃത്യമായി അവർ അനുഭവിച്ചതുപോലെ ഈ ദിവസങ്ങൾ ദൈവത്തിൻ്റെ ആത്മാവ് മഹത്വത്തിൻ്റെ ആഴങ്ങളിലേക്ക് നിങ്ങളെ ഒന്ന് ട്രാൻസ്പോർട്ട് ചെയ്യട്ടെ, ഒന്ന് കൊണ്ടു ചെല്ലട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. ദൈവത്തോട് നമുക്ക് നിലവിളിക്കാം. ദൈവത്തിൻ്റെ ആഴങ്ങളിലേക്ക്, കർത്താവ് യേശു ക്രിസ്തുവിനെ കുറിച്ചുള്ള തനതായ ശരിയായ കൃത്യമായ ആഴമായ വെളിപ്പാടിലേക്ക് ദൈവത്തിൻ്റെ ആത്മാവെ എന്നെ കൊണ്ടുപോകണമേ. അത് ശരീരത്തോടു കൂടെയാണോ, ശരീരം ഇല്ലാതെ പൗലൂസിനെ എടുത്തതുപോലെയാണോ? ഐ ഡോണ്ട് നോ, എനിക്കറിയത്തില്ല. പകരം ഒന്ന് ഞാൻ അറിയുന്നു, ദൈവത്തിൻ്റെ കൃപയാൽ ഇതുവരെ ഒരു പ്രാസംഗികന് പറയാത്തത്, ഇതുവരെ ഒരു പുസ്തകത്തിൽ വായിക്കാത്തത്, ഇതുവരെ സഭ കണ്ടിട്ടില്ലാത്തത്, അനുഭവിച്ചിട്ടില്ലാത്തത് നിങ്ങളുടെ ജീവിതത്തിൽ ചെയ്യുവാൻ തക്കണം ദൈവമായ കർത്താവ് ശക്തനാത്രേ. ഉൽപ്പത്തി 15 ആ ദിവസത്തിൽ ത്രിയേക ദൈവത്തിൻ്റെ വലിയ സാന്നിധ്യം അബ്രഹാം കണ്ടു. അതാണ് യേശു കർത്താവ് പറഞ്ഞത്, എൻ്റെ ദിവസത്തെ അവൻ കണ്ടു എന്ന്. രണ്ടാമതായി കർത്താവ് യേശു ക്രിസ്തുവിനെ കുറിച്ചുള്ള ദൈവിക വെളിപ്പാട് അബ്രഹാം കണ്ടത് ഉൽപ്പത്തി പുസ്തകം 22-ാം അധ്യായത്തിലാണ്. ഉൽപ്പത്തി 22:1 ആംപ്ലിഫൈഡ് വേർഷൻ ഇങ്ങനെയാണ് പറയുന്നത്, then after that God tested and proved Abraham. അതിൻ്റെ ശേഷം ദൈവം അബ്രഹാമിനെ പരീക്ഷിച്ച് തെളിയിച്ചത് എന്തെന്നാൽ, സഹോദരങ്ങളെ, അതിൻ്റെ ശേഷം, ഏതിൻ്റെ ശേഷം? ഇസ്മായേൽ പോയി. ഇസ്മായേലിനെ ആ വീട്ടിൽ നിന്ന് പുറത്താക്കി. ഇസ്മായേൽ പോയപ്പോൾ നിശ്ചയമായി അബ്രഹാമിന് ചെറിയ ദുഃഖം തോന്നി. പക്ഷേ ആ ചെറിയ ദുഃഖം മാറുന്നതിന് മുൻപ് ഭയങ്കരമായി ഉലയ്ക്കുന്നതായി ഒരു കൊടുങ്കാറ്റ് കടന്നു വരികയാണ്. ഇപ്പോൾ ഇതാ ഈസഹാക്കിനെ കൊണ്ടുപോയി ഹോമയാഗം കഴിപ്പാൻ ദൈവം അവനോട് ആവശ്യപ്പെടുന്നു. ജീവിതത്തിൻ്റെ ഏറ്റവും വലിയ ദുർഘട ഘട്ടത്തിലാണ് അബ്രഹാം ആയിരിക്കുന്നത്. ഇന്ന് പകൽക്കാലം എന്നെ കേൾക്കുന്ന ആരോ പറയുന്നു, അതെൻ്റെ സ്റ്റോറിയാണ്. ജീവിതത്തിൻ്റെ ഏറ്റവും വലിയ കൊടുങ്കാറ്റിലൂടെയാണ് ഞാൻ യാത്ര ചെയ്യുന്നത്. ജീവിതത്തിൻ്റെ ഏറ്റവും വലിയ വെല്ലുവിളിയും പ്രതിസന്ധിയുമാണ് ഞാനിതാ കണ്ടുകൊണ്ടിരിക്കുന്നത്. കേൾക്കണമേ. നിങ്ങളുടെ ജീവിതത്തിൻ്റെ ഏറ്റവും വലിയ പ്രശ്നത്തിൻ്റെ ദിനങ്ങളിലാണ് നിങ്ങളായിരിക്കുന്നെങ്കിൽ മറ്റേതൊരു ദിനത്തെക്കാളും തമ്പുരാൻ എൽ ഷഡായ് നിങ്ങളോട് കൂടെയുണ്ട്. നിങ്ങളുടെ നിശബ്ദമായ കണ്ണുനീരുകൾക്കും ആഴത്തിലുള്ള ആ നെടുവീർപ്പിനും എൻ്റെ ദൈവത്തിന് അത്ഭുതങ്ങളെ മേൽ അത്ഭുതം ചെയ്യുവാൻ പദ്ധതിയുണ്ട്. ദൈവം നിങ്ങൾക്ക് സമീപസ്ഥൻ അത്രേ. വേദപുസ്തകം പറയുന്നു,
ആ 22-ാം അധ്യായത്തിൽ അബ്രഹാം സാറയോട് ചോദിച്ചില്ല, ലോത്തിനോട് ആലോചിച്ചില്ല. അബ്രഹാം കഴുതയ്ക്ക് കോപ്പിട്ട് കെട്ടി ഈ ഹോമയാഗത്തിനുള്ള വിറകമെടുത്ത് ഇസഹാക്കിനെ പിടിച്ച് അവൻ പുറപ്പെടുകയാണ്. 3 ദിവസത്തെ യാത്ര കഴിഞ്ഞപ്പോൾ മോറിയാമല ദൂരെ നിന്ന് അബ്രഹാം കണ്ടു. അബ്രഹാം ഇപ്രകാരമാണ് തൻ്റെ ബാല്യക്കാരോട് പറയുന്നത്, യു സ്റ്റേ ഹിയർ, മൈസെൽഫ് ആൻഡ് ദ ലാൻഡ്, ലെറ്റ് us go further and worship the Lord and we will come back. നിങ്ങൾ ഇവിടെ നിൽക്ക്, ഞാനും ബാലനും അവിടത്തോളം പോയി ആരാധന കഴിച്ച് ഞങ്ങൾ മടങ്ങി വരട്ടെ. അപ്പോൾ ഇസഹാക്ക് ചോദിക്കുന്നു, അപ്പാ കത്തിയുണ്ട്, വിറകുണ്ട്, യാഗമൃഗം എന്തിയെ? ഹേ, കത്തിയും വിറകം മാത്രമല്ലല്ലോ, ആ യാഗത്തിന് വേണ്ടി തീയുമുണ്ട്. ആ ഇസഹാക്കിന് കത്തി കാണാം, അപ്പൻ പിടിച്ചിരിക്കുന്ന കത്തി, അതെ, അല്ലെങ്കിൽ അപ്പൻ്റെ അരികിൽ കിടന്ന് തൂങ്ങുന്നതായ കത്തി. താൻ എടുത്തിരിക്കുന്ന വിറക് അവന് കാണാം. തീയെക്കുറിച്ച് ഇസഹാക്ക് പറഞ്ഞില്ല. പക്ഷേ തീയെ പുറത്തല്ല അബ്രഹാം വെച്ച് സൂക്ഷിച്ചത്. കേൾക്കണമേ വിശ്വാസിയെ, നിന്റെ തീയെ നാട്ടുകാർക്കും വീട്ടുകാർക്കും ഫ്രണ്ട്സിനും കാണത്തക്ക നിലയിൽ പുറത്തല്ല നീ സൂക്ഷിക്കേണ്ടത്. നിന്റെ തീ അകത്താണ്. ലോകത്തിലെ ഒരു വെള്ളങ്ങൾക്കും അണച്ചു കളവാൻ കഴിയാത്ത നിന്റെ തീ നിന്റെ അകത്താണ്. അതെ, നിന്റെ തീയാണ് മറ്റായിരങ്ങളെ ദൈവത്തിൻ്റെ കൃപയാൽ കത്തിപ്പാൻ വേണ്ടി പോകുന്നത്. അതുകൊണ്ട് മദ്യവും മദിരാക്ഷിയും പാപവും ലോകവും നിന്റെ തീയെ ഒരിക്കലും അണച്ചു കളയല്. ഗാഡ് യുവർ ഫയർ, നിന്റെ തീയെ ദൈവത്തിൻ്റെ കൃപയാൽ സംരക്ഷിച്ചാട്ടെ. വേദപുസ്തകം പറയുന്നു, 3 ദിവസമായി വീട്ടിൽ നിന്ന് അബ്രഹാം പുറത്തിറങ്ങിയിട്ട്, പക്ഷെ എന്നിട്ടും ആ തീ നഷ്ടപ്പെട്ടതേ ഇല്ല. അബ്രഹാമിനോട് ഇസഹാക്ക് ചോദിക്കുന്ന ചോദ്യം, കത്തിയുണ്ട്, വിറകുമുണ്ട്, where is the lamb for sacrifice? ആ യാഗത്തിന് വേണ്ടിയുള്ള ആട്ടിൻകുട്ടി എവിടെ? ഇസഹാക്ക് ചോദിക്കുന്ന ചോദ്യം, യാഗത്തിനുള്ള ആട്ടിൻകുട്ടി എവിടെ? ആട്ടിൻകുട്ടി എവിടെ? അബ്രഹാം തിരിച്ചതേപോലെ മറുപടി പറയുന്നു, യാഗം ഇസഹാക്ക് നിനക്കല്ല, യാഗം എനിക്കല്ല, യാഗം ദൈവത്തിനത്രേ. ദൈവം തനിക്ക് വേണ്ടിയുള്ളതായ യാഗത്തിനുള്ള ആട്ടിൻകുട്ടിയെ കരുതിക്കൊള്ളും. ദൈവം കരുതിക്കൊള്ളും. ആ മലയുടെ താഴ്വരയിൽ, ജീവിതത്തിൻ്റെ ഏറ്റവും വലിയ ശോധനയിൽ ഇതാ അബ്രഹാം കയറിക്കൊണ്ടിരിക്കുമ്പോൾ ഒരു വെളിപ്പാട് അവൻ പറയുന്നു, ഗാഡ് ഷാൽ പ്രൊവൈഡ്, ദൈവം കരുതിക്കൊള്ളും. സഹോദരങ്ങളെ, ഉൽപ്പത്തി പുസ്തകം 21-ാം അധ്യായം വരെയും ദൈവം യഹോവ ഇരയാണെന്ന് ആർക്കും വെളിപ്പെട്ടതേയില്ല. 300 സംവത്സരം ഹാനോക്ക് ദൈവത്തോട് കൂടെ നടന്നു. നോഹ വലിയൊരു പെട്ടകമുണ്ടാക്കി. അവർക്കാർക്കും തന്നെ ദൈവം കരുതലിൻ്റെ ദൈവമെന്ന് വെളിപ്പെട്ടിട്ടില്ല. പക്ഷേ ശോധനയുടെ താഴ്വരയിലൂടെ കടന്നുപോയ ഒറ്റപ്പെട്ടതായ അബ്രഹാമിനെ ദൈവപിത വെളിപ്പെടുത്തി കാണിച്ചു കൊടുത്തു, ഞാൻ കരുതുന്ന ദൈവമാണ് എന്ന്. ഈ ദിവസം ഒറ്റപ്പെട്ടവരായി നിങ്ങൾ ഏതെങ്കിലും താഴ്വരയിലൂടെ കടന്നു പോകുന്നെങ്കിൽ ഇത് ചക്കയുടെയും മാങ്ങയുടെയും സീസൺ അല്ല, ഇത് വെളിപ്പാടിൻ്റെ സീസൺ അത്രേ. ദൈവത്തിൻ്റെ കൃപയാൽ ദൈവിക വെളിപ്പാട് നിങ്ങൾ പ്രാപിപ്പാൻ വേണ്ടി പോകുന്നു. ഇത് കർത്താവിൻ്റെ കൃപയാൽ നിങ്ങളുടെ ജീവിതത്തിൽ വെളിപ്പാടിൻ്റെ കാലമാണ്. ആ താഴ്വരയിലൂടെ അബ്രഹാം ഇതാ യാത്ര ചെയ്യുമ്പോൾ അവൻ വിളിച്ചു പറഞ്ഞു, ദൈവം തനിക്ക് വേണ്ടി ഒരു ആട്ടിൻകുട്ടിയെ കരുതിക്കൊള്ളും, ആട്ടിൻകുട്ടിയെ കരുതിക്കൊള്ളും. ഞാൻ ആ പദത്തിന് അടിയിൽ വരയിടുന്നു. അബ്രഹാം പറഞ്ഞത്, ഇസഹാക്കും ചോദിച്ചത്, ദ ലാം ഫോർ ദ സാക്രിഫൈസ്, ആട്ടിൻകുട്ടി അത്രേ. നമുക്ക് ആ സ്റ്റോറി അറിയാം. ആ മലയിൽ അവർ എത്തി. ആ വിറകിൽ ഇസഹാക്കിനെ കെട്ടി കിടത്തി. പെട്ടെന്ന് അബ്രഹാം കത്തിയെടുത്ത് അവൻ്റെ മേൽ വെട്ടുവാൻ പോകുമ്പോൾ ഉയർത്തിയ കത്തിക്കും ആ കഴുത്തിന് മധ്യത്തിൽ ആ ലാസ്റ്റ് സെക്കൻഡിൽ ദൈവത്തിൻ്റെ കരുതൽ വെളിപ്പെട്ടു. ദൈവമായ കർത്താവ് വിളിച്ചു പറയാണ്, അബ്രഹാമേ, അബ്രഹാമേ, ബാലൻ്റെ മേൽ കൈവയ്ക്കരുത്. അബ്രഹാം തിരിഞ്ഞു നോക്കുമ്പോൾ അവൻ കണ്ടത് ഒരു ആട്ടുകൊറ്റനെയാണ്. ഒരു ആട്ടുകൊറ്റനെ അബ്രഹാം കണ്ടു. താഴ്വര വെച്ച് അപ്പനും മോനും മാറി മാറി പറഞ്ഞു വന്നത് ആട്ടിൻകുട്ടി, ആട്ടിൻകുട്ടി. പക്ഷെ മേലെ വന്നപ്പോൾ കഥ മാറി ആട്ടുകൊറ്റനായി. തിരുവചനം പറയുന്നു, ഇസഹാക്കിന് പകരമായി അബ്രഹാം യാഗം കഴിച്ചത് ഒരു ആട്ടുകൊറ്റനെ അത്രേ. ഞാൻ ആവർത്തിക്കട്ടെ, ഇസഹാക്കിന് പകരമായി അബ്രഹാം ആ യാഗം കഴിച്ചത് അബ്രഹാം കണ്ടതായ വള്ളിക്കെട്ടിൽ കുടുങ്ങിക്കിടക്കുന്നതായ ആട്ടുകൊറ്റനെ അത്രേ. പക്ഷെ അബ്രഹാമേ, ദൈവത്തിൻ്റെ ദൂതായി നീ വിളിച്ചു പറഞ്ഞത്, അതെ, ദൈവം തനിക്ക് വേണ്ടി ഒരു ആട്ടിൻകുട്ടിയെ കരുതുമെന്നാണ്. ആട്ടിൻകുട്ടി വേറെ, ആട്ടുകൊറ്റൻ വേറെ. അതെ, ലാം വേറെ, റാം വേറെ. അതെ, എന്നെ കേൾക്കുന്ന പ്രിയ സഹോദരങ്ങളെ, അബ്രഹാമിനോട് ചോദിച്ചേ, അബ്രഹാമേ, ആ ആട്ടിൻകുട്ടി എന്തിയേ? യാഗത്തിന് ഒരു ആട്ടിൻകുട്ടി ഉണ്ടെന്ന് പറഞ്ഞല്ലോ, ആ ആട്ടിൻകുട്ടി എന്തിയേ? അബ്രഹാം ഈ പ്രകാരം പറയും, ആട്ടിൻകുട്ടിയെ ആ മലയിൽ വെച്ച് എൻ്റെ വിശ്വാസത്താൽ ഞാൻ കണ്ടു. പ്രവചന ദൂതായി, പ്രവചനത്തിൻ്റെ കാഴ്ചയായി അവൻ കണ്ടു. അതേ മോറിയ മലയിൽ തന്നെ 2500 വർഷങ്ങൾക്ക് ശേഷം
ഞാനും എൻ്റെ ഇസഹാക്ക് കയറി വന്നതുപോലെ മറുവശത്ത് മറ്റൊരുവനെ കയറുന്നു. അബ്രഹാം പറഞ്ഞു, ഞാനും എൻ്റെ മകൻ ഇസഹാക്കുമായി ഇപ്പുറത്തൂടെ കയറിയപ്പോൾ ഒരു ആട്ടുകൊറ്റനെയാണ് ഞങ്ങൾ യാഗം കഴിച്ചത്. എന്നാൽ മറുവശത്ത് ഒരു ആട്ടിൻ കുട്ടി കയറുന്നുണ്ട്. ആ ആട്ടിൻകുട്ടി എന്ന് പറയുന്നവൻ ദൈവത്തിൻ്റെ കുഞ്ഞാടത്രേ. 2500 വർഷങ്ങൾക്ക് ശേഷം, അബ്രഹാമിൻ്റെ ദിവസത്തിന് 2500 വർഷങ്ങൾക്ക് ശേഷം ഇതാ അതേ മലയിൽ ദൈവത്തിൻ്റെ കുഞ്ഞാട് കയറുന്നു. ആർക്ക് വേണ്ടി? സഹോദരനെ നിനക്ക് വേണ്ടി, സഹോദരിയെ നിനക്ക് വേണ്ടി. അത് മരം ചുമന്നുകൊണ്ട് അവൻ കയറുകയാണ്. ഇസഹാക്കിൻ്റെ തലയിൽ വിറകിരുന്നത് പോലെ യേശുവിൻ്റെ ചുമലിൽ ക്രൂശിരിക്കുകയാണ്. രണ്ടും മരമാണല്ലോ, രണ്ടും സിമിലർ അത്രേ. ഇസഹാക്ക് ഇതാ വിറകമായി കയറി, യേശു കർത്താവ് ക്രൂശുമായി കയറി. ലോകത്തിൻ്റെ പാപത്തെ ചുമന്നുകൊണ്ട് അവൻ കയറി. തണുത്ത യോർദാന്റെ വെള്ളത്തിൽ നിന്നിട്ട്, അതുകൊണ്ടാണ് യോഹന്നാൻ സ്നാപകൻ വിളിച്ചു പറഞ്ഞത്, ഇതാ ലോകത്തിൻ്റെ പാപത്തെ ചുമക്കുന്ന ദൈവത്തിൻ്റെ കുഞ്ഞാട്. ഏറ്റവും വലിയ കരുതൽ കർത്താവായ യേശു അത്രേ. വീടല്ല, കാറല്ല, പേരല്ല, പ്രശസ്തിയല്ല, പണമല്ല, അഭിഷേകവും ശുശ്രൂഷയുമല്ല. ഏറ്റവും വലിയ കരുതൽ, ജീവിതത്തിൽ ലഭിക്കാവുന്ന ഏറ്റവും വലിയ സമ്മാനം ലോട്ടറി ടിക്കറ്റല്ല, കർത്താവായ യേശു അത്രേ. യേശുവിനെ ദൈവം നിങ്ങൾക്ക് വേണ്ടി തന്നു എങ്കിൽ ബാക്കി സകലതും ദൈവം നിങ്ങൾക്കായി തരാതിരിക്കുമോ എന്ന് റോമ ലേഖനത്തിൽ പൗലോസ് ചോദിക്കുന്നു. ഏറ്റവും വലിയ പ്രൊവിഷൻ, ഏറ്റവും വലിയ കരുതൽ കർത്താവായ യേശു അത്രേ. അതുകൊണ്ട് ഇന്ന് പകൽക്കാലം കണ്ണുനീരോടെ ഹൃദയത്തിൻ്റെ ആഴത്തിൽ നിന്ന് നന്ദിയോടെ നമുക്ക് പറയാം, കർത്താവേ, നീ എനിക്ക് നൽകിയ എല്ലാ ദാനങ്ങൾക്കായി സ്തോത്രം. നീ എനിക്ക് നൽകിയതായ ഭവനം, കുടുംബം, എല്ലാത്തിനായി നന്ദി. അതെ, വീട്, സമ്പത്ത്, അതിനായി സ്തോത്രം. അഭിഷേകം, ശുശ്രൂഷ, അതിനായി സ്തോത്രം. ആരോഗ്യമുള്ള കുഞ്ഞുങ്ങൾ, അതേ തലമുറകൾ, അവർക്കായി നന്ദി. പക്ഷേ ഈ ദാനത്തിൽ നിന്ന് ഞാൻ കണ്ണ് എടുത്തിട്ട് ദാതാവായ അങ്ങയിലേക്ക് കണ്ണ് പതിപ്പിച്ച്, ചുറ്റുമുള്ള എൻ്റെ ദാനത്തിൽ നിന്ന് എൻ്റെ കണ്ണിനെ എടുത്തിട്ട് ദാതാവായ അങ്ങയിലേക്ക് എൻ്റെ കണ്ണിനെ പതിപ്പിച്ച് ഞാൻ പറയുന്നു, യേശുവേ, നീ ഒത്തിരി നല്ലവനാണ്. യേശുവേ, നീ ഒത്തിരി വലിയവനാണ്. അങ്ങ് എൻ്റെ ജീവിതത്തിൽ ലഭിച്ച ഏറ്റവും വലിയ ദാനമാത്രേ. വിശ്വാസത്തിൻ്റെ കണ്ണുകളാൽ നമുക്ക് കാണാം. ഈ TV സ്ക്രീനിലേക്ക് 2 കരങ്ങളെ നീട്ടി യേശുവിനോട് പ്രാർത്ഥിച്ച് പറഞ്ഞാട്ടെ, ശബ്ദമുയർത്തി പറഞ്ഞാട്ടെ, കർത്താവേ യേശുവേ, അങ്ങ് എനിക്ക് ആവശ്യമുണ്ട്. എൻ്റെ ഹൃദയത്തിലേക്ക് അവിടുന്ന് കടന്നു വരണമേ. അങ്ങയുടെ വിലയേറിയ രക്തത്താൽ എന്നെ കഴുകി ശുദ്ധീകരിക്കണമേ. ജീവൻ്റെ പുസ്തകത്തിൽ എൻ്റെ പേരിനെ അവിടുന്ന് എഴുതണമേ. രക്ഷയുടെ സന്തോഷം എനിക്ക് നൽകണമേ. പ്രാർത്ഥിച്ച് പറഞ്ഞാട്ടെ, യേശുവേ, കൃപയാൽ എന്നെ രക്ഷിക്കുന്നതിന് നന്ദി പറയുന്നു. പരിശുദ്ധ ആത്മാവിനാൽ എന്നെ നിറച്ച് ജയ ജീവിതത്തിനായി എൻ്റെ ജീവിതത്തെ അവിടുന്ന് ഒരുക്കണമേ. യേശുവേ, എന്നെ കൃപയാൽ രക്ഷിച്ചതിനായി നന്ദി. ഞാൻ രക്ഷിക്കപ്പെട്ട ദൈവത്തിൻ്റെ പൈതലത്രേ. പ്രിയ സഹോദരങ്ങളെ, നിങ്ങളെങ്ങനെ പ്രാർത്ഥിച്ചുവെങ്കിൽ യേശു നിങ്ങളുടെ ഹൃദയത്തിൽ വന്നു കഴിഞ്ഞു.